സന്തോഷത്തോടുകൂടെ പ്രൈസ് ദി ലോർഡ്. ഇന്നും അല്പം ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അബ്രഹാമിന്റെ ഒരു വിളിയെ അല്പമായി ദൈവവചനത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. ശ്രദ്ധിക്കണേ, ദൈവം അബ്രഹാമിനെ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. വിളിയുടെ വില, വിളിയുടെ ശ്രേഷ്ഠത എങ്ങനെ അബ്രഹാമിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു? ഇന്ന് രാത്രി ആമേൻ ദൈവവിളിയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് അല്പസമയം നിങ്ങളുടെ മുൻപിൽ ആമേൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാനായി ആഗ്രഹിക്കുകയാണ്. ദൈവം അബ്രഹാമിനെ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചത്? ദൈവത്തിന്റെ വചനം യെശയ്യാവ് പ്രവാചകൻ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, അവൻ ഏകനായിരിക്കുമ്പോൾ ദൈവം അവനെ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ ഏകനായിരിക്കുമ്പോൾ അവനെ ദൈവം വിളിച്ചു. ഈ വചനത്തിന്റെ പിന്നിൽ ഇങ്ങനെ വായിക്കുവാൻ കഴിയും. ആ വിളി മനസ്സിലാക്കുവാൻ അവൻ അബ്രഹാമിന് ദൈവം കൃപ നൽകി. ഹല്ലേലൂയ. പലപ്പോഴും ക്രിസ്ത്യാനികളെന്നും ദൈവമക്കളെന്നും പറയുന്ന നമുക്ക് എത്രത്തോളം ദൈവവിളി മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു? ദൈവത്തെക്കുറിച്ച് ധാരാളം പഠിച്ചവരും ദൈവത്തെക്കുറിച്ച് ധാരാളം അറിഞ്ഞവരുമായ നമുക്ക് പലപ്പോഴും ദൈവശബ്ദം മനസ്സിലാക്കുവാൻ കഴിയാതെ, ദൈവവിളി മനസ്സിലാക്കുവാൻ കഴിയാതെ ആമേൻ ഇങ്ങനെയും ദൈവം വിളിക്കുമോ എന്ന് ചോദ്യങ്ങളുടെ പിന്നിൽ ചോദ്യങ്ങളായി നിൽക്കുന്ന അനുഭവങ്ങളുടെ മധ്യയിൽ ഇന്ന് രാത്രികാലം അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്നും ചിലത് മാത്രം നിങ്ങളുടെ മുൻപിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിപ്പാനായി ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം വിളിച്ച വിളിയുടെ വില, ദൈവം വിളിച്ച വിളിയുടെ ആമേൻ ശ്രേഷ്ഠത ആമേൻ അല്പം മനസ്സിലാക്കണമെങ്കിൽ അബ്രഹാമെ ദൈവം വിളിച്ച മറ്റ വിളിയുടെ ആമേൻ അല്പ കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ സൂചിപ്പിക്കുവാൻ ആമേൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ അബ്രഹാമെ വിളിച്ച ദൈവം ആദ്യമായി അല്ല വിളിക്കുന്നത്, പിന്നെയോ പലപ്പോഴും വിളിച്ചിട്ടുള്ള ദൈവമാണ് ഇവിടെ അബ്രഹാമെ വിളിക്കുന്നത്. എന്നാൽ വിളിയുടെ നിലയിൽ ആമേൻ ധാരാളം വ്യത്യാസമുണ്ട്. എങ്കിലും ദൈവത്തെ മനസ്സിലാക്കുവാൻ ഈ വിളിയിൽ കൂടെ അബ്രഹാമിന് ദൈവം സഹായിച്ചു. മനസ്സിലാകുന്നവരാമൻ പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ അബ്രഹാമെ വിളിക്കുന്ന ദൈവം ആദ്യമായിട്ടല്ല വിളിയല്ല, പലപ്പോഴും വിളിച്ചിട്ടുള്ള ദൈവമാണ് ഇവിടെ വിളിക്കുന്നത്. എന്നാൽ വിളിയുടെ നില മാറെ ആമേൻ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ചിലത് നിങ്ങളുടെ ആമേൻ ഇടയ്ക്ക് സംസാരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എവിടെയാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചത്? വചനത്തിലേക്ക് കടപ്പാൻ ആമേൻ നമുക്ക് കൂടുതൽ സമയമില്ല, പറഞ്ഞു മുൻപോട്ട് പോകട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാം അധ്യായം പഠിച്ചിട്ടുള്ളവരാണല്ലോ. അവിടെയാണ് ദൈവം അബ്രഹാമെ ആദ്യമായി വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ഊർ എന്ന കൽദയ പട്ടണത്തിൽ അബ്രഹാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവ ശബ്ദം അബ്രഹാമിലേക്ക് ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ആദ്യത്തെ വിളി ദൈവവചനത്തിൽ കാണുന്നത്. മനുഷ്യൻ നഷ്ടപ്പെട്ട അനുഗ്രഹം ആമേൻ മനുഷ്യനിൽ കൂടെ ഉണ്ടാക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു അബ്രഹാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വിളിയിൽ കൂടെ രണ്ട് ആമേൻ കാര്യമാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്. ഒന്നാമത്തെ വിഷയം, നീ അനുഗ്രഹമാകും. എത്ര പേർക്ക് വിശ്വാസമുള്ളത്? പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ ആമേൻ ഈ വിളിയിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ആദ്യത്തെ വിഷയം, നീ അനുഗ്രഹമാകും. രണ്ടാമത്തെ ഈ വിളിയിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ രണ്ടാമത്തെ വിഷയം, നിന്നിൽ ലോകം അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളുടെ അനുഗ്രഹത്തിൽ രണ്ട് കാര്യങ്ങൾ വലുതാണ്. ഒന്ന്, നീ അനുഗ്രഹമാകും. ആമേൻ. രണ്ടാമത്തെ വിഷയം, നിന്നിൽ ലോകം അനുഗ്രഹിക്കപ്പെടും. ഗലാത്യ ലേഖനം 3:13-14 ഇങ്ങനെ പറയുന്നു, മരത്തിൽ തൂങ്ങിയവനും ആമേൻ ശാപമേറ്റവൻ എന്ന അടിസ്ഥാനത്തിൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ശാപമായി അബ്രഹാമിന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുവാനത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാമിന്റെ അനുഗ്രഹത്തിൽ രണ്ട് വിഷയമാണ് ദൈവം മുൻപോട്ട് വയ്ക്കുന്നത്. ഒന്ന്, നീ അനുഗ്രഹമാകും. രണ്ടാമത്തെ വിഷയം, നീ ലോകത്തിന് അനുഗ്രഹമായി മാറും. ഈ രാത്രികാലം എന്നെ ശ്രദ്ധിക്കുന്ന
പ്രിയ ആമേൻ ദൈവമക്കളെ, ഇന്ന് രാത്രി നിന്നെ അനുഗ്രഹിപ്പാനും ലോകത്തിന് നിന്നെ അനുഗ്രഹമായി മാറ്റുവാനും സർവശക്തനേറിയ ഒരു ദൈവം നിനക്കായി ക്രൂശ് ചുമന്നിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം ഈ രാത്രി ഇവിടെ ആയിരിക്കുന്ന നീ പ്രാപിച്ച് തന്നെ കടന്നു പോകും. ആ അനുഗ്രഹത്താൽ നിന്നെ അനുഗ്രഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. അവൻ നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ശ്രദ്ധിക്കണേ, ഈ വിളി അബ്രഹാമിന്റെ കാതുകളിൽ വന്നപ്പോൾ ഈ ദൈവം ആരാണ്? ഈ ദൈവം എന്നെ വിളിച്ചു, എന്നെ അവൻ എങ്ങനെ നടത്തുവാൻ പോകുന്നു? ഈ ദൈവത്തിന്റെ ആമേൻ കഴിവെന്തുവാണ്? ഈ ദൈവത്തിന്റെ ആമേൻ എത്രത്തോളം ഗുണമെന്തുവാണ്? ഒന്നും കൂടുതലും അറിയത്തില്ല. ദൈവവചനം പറയുന്നു, വിളി കേട്ടപ്പോൾ അബ്രഹാം വിശ്വസിച്ച് ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഈ മേഘം പോലെ എത്രയോ സാക്ഷികൾ നമുക്കുണ്ടായിട്ടും പലപ്പോഴും ദൈവവിളി ആമേൻ നമ്മുടെ കാതുകളിൽ എത്തിയപ്പോൾ നമുക്ക് ഇറങ്ങി പുറപ്പെടുവാൻ സാധിച്ചില്ല. എന്നാൽ വിശ്വാസത്തിന്റെ ആമേൻ തകപ്പനായ അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവവിളി മനസ്സിലാക്കി ഇറങ്ങുവാൻ ദൈവമിടയാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര നല്ല ദൈവമാണ്. ഞാൻ പറയട്ടെ, ഇവിടെ വിളിച്ച ദൈവം ആമേൻ രണ്ട് വാഗ്ദത്തങ്ങളോട് വിളിക്കുകയാണ്. വിളിയിൽ ഒരു നിബന്ധനയുണ്ട്, ഒരു കണ്ടീഷനുണ്ട്. നീ എന്റെ വാക്ക് കേട്ട് നീ ഇറങ്ങി വരണം. വചനത്തിന്റെ നാളിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകട്ടെ. വചനത്തിന്റെ നാളിൽ ഇങ്ങനെ കാണുന്നു, അബ്രഹാം ദൈവ വിളി കേട്ട് പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദൈവം ആരാ? എങ്ങനെ എന്നെ നടത്തുവാൻ പോകുന്നു? ഇവൻ എന്നെ അവസാനത്തോളം നടത്തുമോ? എന്റെ മാതാപിതാക്കൾ, എന്റെ ഭവനം, എന്റെ ചാർച്ചക്കാർ ഇവരെല്ലാരും വിട്ടിട്ട് ഞാൻ പോയാൽ ഈ ദൈവം എന്നെ നടത്തുമോ? ഒന്നും അവൻ നോക്കിയിട്ടില്ല. വിളിച്ചവന്റെ വിളി കേട്ട് അവൻ പുറപ്പെട്ടു. ഇന്ന് രാത്രി അനുഗ്രഹം നിനക്ക് വേണോ? ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ നീ മാത്രമല്ല, ഈ ലോകത്തിൽ നിന്നിൽ കൂടെ അനുഗ്രഹിപ്പാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് വിശ്വസിക്കുക. ദൈവത്തിന്റെ വചനമനുസരിച്ച്, ദൈവത്തിന്റെ വാഗ്ദത്തം അനുസരിച്ച് ഒന്നിന്ന് രാത്രി നീ തിരിക്കുകയാണെങ്കിൽ നിന്നിൽ കൂടെ ദൈവം ഈ ഭൂമിയെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുള്ളത്? ഹല്ലേലൂയ. സന്തോഷമുണ്ട്. രണ്ടാമത് ദൈവം വിളിച്ച വിളി 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ആർക്കെങ്കിലും പഠിക്കാം? ഞാൻ ഇതുവരെയും വചനത്തിലേക്ക് കടന്നില്ല. അല്പസമയം ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നിട്ട് വചനത്തിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ലോത്ത് അബ്രാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. മതി, വീട്ടിൽ പോയി വായിച്ചോ. രണ്ടാമത്തെ വിളി, അബ്രഹാമെ ദൈവം വിളിച്ച രണ്ടാമത്തെ വിളി ഇവിടെ 13-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. അവിടെ അതിന്റെ പ്രാരംഭമായി ഇങ്ങനെ മനസ്സിലാക്കുന്നു, ലോത്ത് അബ്രഹാമെ വിട്ട് പിരിഞ്ഞപ്പോൾ ദൈവശബ്ദം കേൾക്കുവാൻ ദൈവം അബ്രഹാമിനെ ഇടയാക്കി. മനസ്സിലായവർക്ക് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താ ഇതിന് മുൻപേ വിളിക്കാത്തത്? ദൈവം നിന്നെ വിളിക്കണമെങ്കിൽ ചിലതെല്ലാം നടക്കണം. ആമേൻ. ഈ രാത്രി ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ചിലതെല്ലാം നിന്റെ ജീവിതത്തിൽ നടക്കണം. നിന്റെ ജീവിതത്തിൽ നടക്കുകയാണെങ്കിൽ ദൈവശബ്ദം നിനക്കിന്ന് രാത്രി കേൾക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. വചനത്തിലേക്ക് കിടക്കട്ടെ, സംഭവത്തിലേക്ക് കിടക്കട്ടെ. നടന്ന വിഷയം പറയാം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെയും നിന്റെ കുടുംബത്തെയും വിട്ട് ഞാൻ കാണിക്കുന്ന ദേശത്തിലേക്ക് നീ എന്ത് ചെയ്യുക? പോയിക്കൊള്ളുക. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എനിക്ക് കാണുവാനുള്ളത്, രണ്ടുപേരെയും ദൈവം അനുഗ്രഹിച്ചു. ഇപ്പോൾ പ്രശ്നം വരികയാണ്. ജീവിതത്തിൽ പ്രശ്നം വരുന്നുണ്ടോ? കുടുംബത്തിൽ പ്രശ്നമാണോ? സഭയിൽ പ്രശ്നമാണോ? മിനിസ്ട്രിയിൽ പ്രശ്നമാണോ? പേടിക്കണ്ട. ആമേൻ. ദൈവത്തിന് ചിലതെല്ലാം നിന്നിൽ കൂടെ പ്രവർത്തിക്കുവാൻ അല്പം അവസരം കൊടുക്കുക. ഹല്ലേലൂയ. നിന്റെ വിളിയെ നീ സംശയിക്കേണ്ട. നിന്റെ വിളിയെ നീ സംശയിക്കേണ്ട. ഇന്ന് രാത്രികാലം പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഇന്ന് രാത്രികാലം നീ ആരാധിക്കുന്ന ദൈവത്തെ കൊണ്ട് നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഒരിക്കലും നീ പേടിച്ചു പോകരുത്. ഒരിക്കലും നീ വലഞ്ഞു നിൽക്കരുത്. എന്റെ ദൈവമേ, എന്റെ പ്രശ്നത്തിന് കാരണം എന്താ എന്ന് നീ മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അബ്രഹാം തന്റെ സഹോദരനെ വിളിക്കുകയാണ്. അവന് മനസ്സിലായി പ്രശ്നത്തിന് കാരണമുണ്ട്. ആമേൻ. ഏത് സഹോദരനെ വിട്ടേച്ചു വരണോ
ആ സഹോദരനെ വിളിച്ചിട്ട് വന്നതാണ് പ്രശ്നം. എത്ര പേർക്ക് മനസ്സിലാകുന്നത്? പ്രൈസ് ദി ലോർഡ്. ഏതാണ് അനുഗ്രഹം എന്ന് അവൻ കരുതി, അവിടെയാ പ്രശ്നം. ഇപ്പോൾ അബ്രഹാം പറയുകയാണ്, നീ വലത്തോട്ട് പോയാൽ ഞാൻ ഇടത്തോട്ട് പൊയ്ക്കോളാം, നീ ഇടത്തോട്ട് പോയാൽ ഞാൻ വലത്തോട്ട് പൊയ്ക്കോളാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എത്ര സന്തോഷം. വിടേണ്ടത് അപ്പോൾ തന്നെ വിട്ടിരുന്നെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരത്തില്ലായിരുന്നു. എങ്കിലും പിന്നീട് ദൈവം തരുന്ന അവസരമെങ്കിലും ഓർത്തുകൊള്ളുകയാണെങ്കിൽ അവിടെ നിന്നെ അനുഗ്രഹിപ്പാൻ, അവിടെ നിന്ന് നിന്നെ ഉയർത്തുവാൻ, അവിടെ നിന്നെ പണിഞ്ഞെടുപ്പാൻ, അവിടെ നിന്ന് നിന്നെ ആമേൻ ഉയർത്തുവാൻ ശക്തനായ ആമേൻ ഒരു ദൈവത്തെയാണ് ഈ രാത്രികാലം നീയും ഞാനും ആരാധിക്കുന്നത്. ഹല്ലേലൂയ. മുറുകെ പിടിച്ചുകൊണ്ട് വൈരാഗ്യം കാണിച്ചുകൊണ്ട് ഇല്ല എന്ന് നീ നിന്നുകളഞ്ഞാൽ, ഞാൻ പറയട്ടെ, പ്രശ്നത്തിൽ കൂടെയല്ല, പ്രശ്നത്തിന്റെ പുറത്ത് പ്രശ്നമാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അബ്രഹാമിനെ പോലെ അല്പം ഒന്ന് വിട്ടുകൊടുക്കാമോ? അല്പം നിന്റെ ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുക്കാമോ? അല്പം നിന്റെ ചിന്തയെ ഇന്ന് കർത്താവിന് വിട്ടുകൊടുക്കാമോ? അല്പം നിന്റെ ആമേൻ പ്രവൃത്തിയെ ഇന്ന് രാത്രി കർത്താവിന് നീ വിട്ടുകൊടുക്കാമെങ്കിൽ എന്റെ ദൈവത്തിന് നിന്നിൽ ചിലത് പ്രവർത്തിക്കുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കിങ്ങനെ തോന്നി, ഈ വാക്ക് ലോത്ത് കേട്ടപ്പോൾ അവനിങ്ങനെ നോക്കുകയാ. വളരെ നല്ല പ്രദേശം അവന്റെ മുൻപിൽ ഇങ്ങനെ കിടക്കുകയാണ്. ശ്രദ്ധിക്കണേ, വളരെ നല്ല ദേശം. ഇപ്പോൾ ലോത്ത് അവന്റെ കണ്ണിന് നല്ലതായ പ്രദേശത്തെ അവൻ തിരഞ്ഞെടുക്കുകയാണ്. ആമേൻ. അബ്രഹാം ഒരു മരുഭൂമി പോലെ ഉള്ള സ്ഥലത്തിൽ ഇപ്പോൾ അബ്രഹാം നിൽക്കുകയാണ്. വളരെ ശ്രദ്ധിക്കണേ. നിങ്ങൾ ഞാനുമാണെങ്കിൽ പറയുമായിരുന്നു, പ്രിയ സഹോദരാ, എന്നെയാണ് ദൈവം വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഞാനാണ് ദൈവ ശബ്ദം കേട്ടത്, ഞാൻ മുഖാന്തരമാണ് നീ ഈ സ്ഥാനത്തിൽ എത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനല്ലയോ ആമേൻ ഈ സ്ഥാനത്തിൽ നിന്നെ എത്തിച്ചത്. ഈ ദേശങ്ങളിൽ വരുവാൻ ഞാനാണ് കാരണം. എന്നെ കൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിച്ചപ്പോൾ നമുക്ക് ആമേൻ പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നല്ലതെല്ലാം നീ എടുത്തിട്ട് എന്നെ കൊണ്ടൊന്ന് മരുഭൂമിയിലാക്കിയോ, ചതിച്ചോ? പ്രൈസ് ദി ലോർഡ്. കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ചിലപ്പോൾ കേട്ടിരിക്കാം. നല്ല സ്ഥലത്ത് നീ എത്തിയെന്ന് ഓർക്കുക. ഈ മരുഭൂമിയെ ഇന്ന് ആമേൻ നീരുറവായി മാറ്റുവാൻ ശക്തമേറിയ ദൈവം ഇന്ന് രാത്രികാലം നീ ആമേൻ നിന്റെ ഇടയ്ക്ക് അവൻ വസിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നീ വിശ്വസിക്കുന്നെങ്കിൽ ഈ മരുഭൂമിയിൽ നീരുറവ് കാണുവാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ലത് വാങ്ങിച്ചിട്ട് വളരെ വേഗത്തിൽ ഞാൻ പോകാം, കാരണം വചനത്തിൽ അവൻ പലതും നിങ്ങളോട് പറയുവാനുണ്ട്. നല്ലത് വാങ്ങിച്ചിട്ട് സഹോദരൻ പോയി. ഇപ്പോൾ ഒരു മരുഭൂമിയില അബ്രഹാം പിന്നെയും ദൈവം പറഞ്ഞതുപോലെ നിൽക്കുന്നത്. ആമേൻ. ദൈവമേ, ഇനി എങ്ങോട്ട് പോകും? ഇനി എന്റെ കൂടെ വരുവാൻ ആരുണ്ട്? ഇനി എന്റെ ജീവിതത്തിലെ അടുത്ത നിമിഷങ്ങൾ എങ്ങനെയായിരിക്കും? ധാരാളം സമ്പത്ത് അബ്രഹാമിന്റെ കയ്യിലുണ്ട്. ലോത്തുവിൽ എത്ര ആട്ടുംകൂട്ടമുണ്ടോ അതുപോലെ തന്നെ അബ്രഹാമിന്റെ കയ്യിലും ആട്ടുംകൂട്ടമുണ്ട്. ലോത്തിൽ എങ്ങനെ ജോലിക്കാരികളുമുണ്ടോ അതുപോലെ തന്നെ അബ്രഹാമിന്റെ ജീവിതത്തിലുമുണ്ട്. എന്നാൽ ലോത്ത് നല്ല പ്രദേശം തെരഞ്ഞുകൊണ്ടുപോയി, അബ്രഹാമോ മരുഭൂമിയിൽ. ഇന്ന് രാത്രികാലം ആമീൻ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമീൻ ധാരാളം ആമീൻ വിസൈൻ, ധാരാളം ദർശനങ്ങൾ നിന്റെ മുൻപിൽ ഉള്ളപ്പോഴും, ധാരാളം ആവശ്യങ്ങൾ നിന്റെ മുൻപിൽ ഉള്ളപ്പോഴും, ധാരാളം ആമീൻ നീഡ് ആവശ്യം നിന്റെ മുൻപിൽ നിന്നപ്പോഴും ഒന്നും അറിയാത്ത മരുഭൂമിയിലാണോ ഇന്ന് രാത്രി നിൽക്കുന്നത്? നിനക്ക് വേണ്ടി ദൈവം ചിലത് കരുതിയിട്ടുണ്ട്. ഈ മരുഭൂമിയിൽ നിന്നെ കരുതിയിട്ടുണ്ട്. അവൻ നിന്നെ കൈവിടുകയില്ല. അവൻ നിന്നെ നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. എത്ര പേർക്കാണ് ഈ മരുഭൂമിയിൽ നടത്തുന്ന ദൈവത്തിന്റെ കരം മനസ്സിലാക്കുവാൻ ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഈ മരുഭൂമിയിൽ നിൽക്കുമ്പോഴാ ദൈവത്തിന്റെ വചനം അബ്രഹാമിൽ വരുന്നത്. അബ്രഹാമേ, നീ നിൽക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് സ്വന്തമായി നൽകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ചില മരുഭൂമിയിലെത്തിയ ചില അനുഭവങ്ങൾ ഇവിടെ ഉണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നിന്നോടുകൂടെ പറയുന്നു, നീ ഈ മരുഭൂമിനെ കുറിച്ച് ഒരിക്കലും നീ ഭാരപ്പെടരുത്, വലഞ്ഞു പോകരുത്. ദൈവം നിന്നോട് വളരെ ശക്തമായി സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി ഇവിടെ പ്രവർത്തിക്കുകയാണ്.
ജഡരക്തങ്ങളോട് പോരാടിയ നിന്റെ പോരാട്ടം ഒന്ന് അവസാനിക്കുക. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളെ നോക്കുവാനുള്ള അവസരമായി ഈ രാത്രി കരുതിക്കൊള്ളുക. നിന്നോട് ദൈവം സംസാരിക്കും. നീ നിൽക്കുന്ന ഭൂമിയെ അനുഗ്രഹിപ്പാൻ, നീ നിൽക്കുന്ന വേലയെ അനുഗ്രഹിപ്പാൻ, നീ നിൽക്കുന്ന ദേശത്തെ അനുഗ്രഹിപ്പാൻ, നീ നിൽക്കുന്ന പ്രവർത്തനത്തെ അനുഗ്രഹിപ്പാൻ ശക്തിയേറിയ ഒരു ദൈവത്തെ ഈ രാത്രി നീ മനസ്സിലാക്കുവാൻ പോകുകയാണ്. കരങ്ങൾ തട്ടി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഉടമന ശബരബലബ. പ്രൈസ് ദി ലോർഡ്. എത്ര നല്ല ദൈവം. മൂന്നാമത്തെ വിളി 15-ാം അധ്യായം. വേഗം പോട്ടെ. 15-1 പഠിക്കുക. 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അതിനുശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. മതി. മൂന്നാമത്തെ വിളിയാണ് ഇവിടെ കാണുന്നത്. ശ്രദ്ധിക്കണേ. ദൈവം ഒരു മനുഷ്യനെ വിളിക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് നടക്കണം. പ്രൈസ് ദി ലോർഡ്. എന്താ നടന്നത്? വചനത്തിന്റെ പിന്നിൽ പലതും പറയുവാനുണ്ട്. സമയത്തിന്റെ കുറവ് കൊണ്ട് അല്പം സൂചിച്ചേക്കാം. പച്ച കണ്ട് ലോത്ത് പോയി. മൊത്തത്തിൽ പറയാം, അവൻ പിടിപെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പച്ച കണ്ട് പോയവർ എവിടെയെങ്കിലും പിടിപെടും. ആമേൻ. നിന്റെ കണ്ണ് കർത്താവിലാണെങ്കിൽ നീ രക്ഷപ്പെടും. ദൈവത്തിന്റെ വചനം പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചിട്ടില്ല. ഈ രാത്രികാലം ചിലരെയെല്ലാം നീ നോക്കുന്നുവോ? ചിലരെയെല്ലാം നോക്കിയാണോ നീ ഇവിടെ വന്നത്? നീ ലജ്ജിച്ചു പോകും. എന്റെ കർത്താവിലാണ് ആശ്രയിച്ചുകൊണ്ട് നീ വരുന്നുവെങ്കിൽ, എന്റെ ദൈവമേ, നിന്നെ ആമേൻ ആരാധിക്കുവാൻ ഇന്ന് രാത്രി കടന്നു പോകുന്നു. എവിടെന്നാ വരുന്നു? ഒരു ദൈവദാസനൊന്നും എനിക്കറിയത്തില്ല. നിന്നെ ഓർത്തിട്ട് ഞാൻ ഇവിടെ എത്തി. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി നീ ഒന്ന് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ സംസാരിക്കും. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നിന്നിൽ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. പച്ച കണ്ടു പോയവൻ പിടിപെട്ടു. ഒരുപാട് വിഷയങ്ങൾ പറയുവാനുണ്ട്. ലോകം കണ്ടു വലയരുത്. ആമേൻ. സുഖം കണ്ടൊന്നും വലയരുത്. ദൈവവിളി മനസ്സിലാക്കിക്കോ. ദൈവം ആക്കിയ സ്ഥാനത്തിൽ നിന്നുകൊള്ളുക. നിന്നെ മാനിക്കുവാൻ ശക്തനേറിയ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു ജോലിക്കാരൻ ഓടി വരുന്നു അബ്രഹാമിന്റെ ഇടയിൽ. അബ്രഹാമേ, നിന്റെ സഹോദരനും അവന്റെ കുടുംബമെല്ലാം രാജാക്കന്മാരെ കൊണ്ട് പിടിപെട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഞാനുമാണെങ്കിൽ എന്തു പറയുമായിരുന്നു? ആദ്യത്തെ സ്തോത്രം പറയുമായിരുന്നു. ഹല്ലേലൂയ. എന്റെ ഭാവിയെല്ലാം നശിപ്പിച്ചവൻ, ഞാൻ മുഖാന്തരമാണ് ഇവൻ അനുഗ്രഹിക്കപ്പെട്ടത്. ഞാൻ മുഖാന്തരമാണ് ഈ നിലയിൽ അവൻ എത്തിച്ചത്. ഇവനെ ഈ നിലയിൽ എത്തിപ്പാൻ വളരെ ത്യാഗങ്ങളെല്ലാം ഞാൻ ചെയ്തെടുത്തതാണ്. എന്നാൽ ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് നീ വലത്തോട്ട് പോയാൽ ഞാൻ ഇടത്തോട്ട് പോകാം, നീ ഇടത്തോട്ട് പോകാൽ വലത്തോട്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ, സഹോദരാ, എന്റെയും പോലെ കുടുംബങ്ങൾ നിന്നിലുണ്ടല്ലോ, എന്നെ പോലെ ആട്ടുംകൂട്ടം നിനക്കുണ്ടല്ലോ. ഞാൻ നല്ലത് മാത്രം തിരഞ്ഞെടുത്തിട്ട് പോയാൽ പിന്നെ നീ എന്ത് ചെയ്യും? നിന്റെ ഭാവി എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ഞാൻ അങ്ങനെ വേണ്ട, നല്ലതും ശരി കെട്ടതും ശരി നമുക്ക് ഷെയർ ചെയ്തോളാം എന്ന മനസാക്ഷിയൊന്നും കൂടാതെ, പ്രൈസ് ദി ലോർഡ്, വഴിയിലിട്ടേച്ച് പോയവനാ പിടിപെട്ടതെങ്കിൽ നീ ഞാനും ആദ്യത്തെ സ്തോത്രം പറയുമായിരുന്നു. രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, ഇതാണ് നിന്റെ ദിവസം, ഇതാണ് നിന്റെ ദിവസം. ആ കയപ്പകളൊന്ന് ഒതുക്കിയിട്ട്, ആ വെറുപ്പുകൾ ഒന്ന് മാറ്റിവെച്ചിട്ട്, നിന്റെ സഹോദരന് വേണ്ടി നീ മുട്ടുമടക്കാമെങ്കിൽ, നിന്റെ ഭവനത്തിന് വേണ്ടി നീ മുട്ടുമടക്കാമെങ്കിൽ, നിന്റെ ഇനത്തിന് വേണ്ടി നിനക്കൊന്ന് കരയാമെങ്കിൽ, ഞാൻ പറയട്ടെ, ഇന്ന് രാത്രികാലം നിന്റെ സഹോദരനെ രക്ഷിപ്പാൻ ദൈവം നിന്നെ സഹായിക്കും. അബ്രഹാമേ, നിന്നിലാണ് ഈ ലോകത്തിന്റെ അനുഗ്രഹം. പ്രിയ ദൈവജനമേ, നിന്നിലാണ് ഈ ലോകത്തിന്റെ അനുഗ്രഹം. മറന്നു പോകരുത് കേട്ടോ, മറന്നു പോകരുത്, മറന്നു പോകരുത്. നിന്നിൽ ലോകത്തിന്റെ അനുഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ മെസ്സേജ് കേട്ടപ്പോൾ അബ്രഹാമിന് വീട്ടിൽ കുത്തിരിക്കാൻ മേല. നമുക്കെല്ലാം സംഭവം അറിയാമല്ലോ. തന്റെ വീട്ടിൽ കൈപടിഞ്ഞ 318 പേരോട് കൂടി 4 രാജാക്കന്മാരെയോട് അവൻ യുദ്ധം ചെയ്ത് ഇപ്പോൾ സഹോദരനെയും സഹോദരനുള്ള എല്ലാം അവൻ മടങ്ങിക്കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ,
നാളുകളായി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ പൈതലേ, പല നാളുകളായി ആമേൻ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ആമേൻ സഭയെ, ഇന്ന് രാത്രികാലം ദൈവം പറയുന്നു, ശത്രുവിന്റെ പിടിത്തത്തിലായ, പിശാചിന്റെ പിടിത്തത്തിലായ നിന്റെ കുടുംബത്തെ രക്ഷിപ്പാൻ ദൈവകരം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. ഈ വർഷം അവസാനിക്കുമ്പോൾ, ആമേൻ ഈ നാളുകൾ അവസാനിക്കുമ്പോൾ അവരിൽ പലരും ശത്രുവെ പിടിവിട്ട് നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ഭവനത്തിലേക്ക് എന്റെ ദൈവം കൊണ്ടുവരും. നമ്മുടെ കൊച്ചിനെ ഒരു വലിയ പണക്കാരന്റെ മോനോ അല്ലെങ്കിൽ ഒരു റൗഡിയുടെ മോനോ ആവശ്യമില്ലാതെ തല്ലുന്നത് കണ്ടാൽ ഏതൊരു അച്ഛനും മിണ്ടാതിരിക്കത്തില്ല. പ്രൈസല്ല, അവന് ഫലമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, എടാ എന്തിനാ എന്റെ കൊച്ചുമോനെ തല്ലുന്ന, ഒരു രണ്ട് തല്ലിയിട്ടെങ്കിലും അവനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കരയ്ക്ക് പിടിച്ച് വീട്ടിൽ കൊണ്ടുവരും. പ്രൈസല്ല, അത് സ്നേഹം കൊണ്ടാ. അതാണ് സ്നേഹം. മനസ്സിലാക്കുന്നവരാമൻ പറയാം. എന്നാൽ വീട്ടിൽ വന്നിട്ടാണ് മോന്റെ ഹൃദയം നീറുന്നോ ഇല്ലയോ, അച്ഛന്റെ ഹൃദയം നീറും. അയ്യോ, വലിയ മനുഷ്യനെ തൊട്ടുപോയല്ലോ, ഇനി ഇവൻ എവിടെ നിന്നെല്ലാം പോയി ആരുടെല്ലാം പ്രശ്നങ്ങൾ കൊണ്ടുവരുമോ, എനിക്ക് അറിയത്തില്ലല്ലോ, നമ്മളെ ഇവിടെ വെറുതെ ജീവിക്കാൻ വിടുമോ എന്നെല്ലാം ഭാരം അബ്രഹാമിന്റെ ജീവിതത്തിലും കാണും. അവിടെയാണ് പറഞ്ഞത്, ഈ കാര്യം നടന്നപ്പോൾ ദൈവം അബ്രഹാമിനോട് വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്റെ, തമിഴിൽ പറയുന്നത് കേടകം, മലയാളത്തിൽ അതെന്തുവാ വാക്കിട്ടിരിക്കുന്നത്, ഞാൻ നിന്റെ പരിചയം എന്ന് പറഞ്ഞാൽ, അവൻ ഒരു യുദ്ധവീരന്റെ കയ്യിൽ ഒരു പരിചയം കാണും എന്ന് പറഞ്ഞാൽ, അവൻ ശത്രു വിടുന്ന ആ അമ്പിനെ തടുപ്പാൻ ഉള്ള ഒരു കേടകം, പരിചയമാണ് ഞാൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേൻ, എത്രത്തോളം പിശാച് വലിയ അൻപ് നിന്നിൽ എഴുതാലും, ആമേൻ, ഞാൻ പറയട്ടെ, ഈ പരിചയം കടന്ന് നിന്നെ ഒരിക്കലും ആമേൻ അത് നഷ്ടപ്പെടുത്തുകയില്ല, നിന്റെ ജീവിതത്തെ ഒരിക്കലും അഴിക്കത്തില്ല. ഞാനാണ് നിന്റെ പരിചയം. എത്ര സന്തോഷം, എത്ര സന്തോഷം, എത്ര സന്തോഷം. പെട്ടെന്ന് ഉൽപ്പത്തി 17:1. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. മതി, വീട്ടിൽ പോയി വായിച്ചോ. ആദ്യത്തെ വിളിച്ചപ്പോൾ എത്ര വയസ്സായിരുന്നു അബ്രഹാമിന്? ഒന്ന് കേൾക്കുന്ന രീതിയിൽ എത്ര വയസ്സാ? 70. ആമേൻ. ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സഹോദരന്മാരൊക്കെ ഉണ്ടല്ലോ. 75-ാമത്തെ വയസ്സിൽ ദൈവം വിളിച്ചു. 4-ാമത്തെ വിളി കേൾക്കുന്ന എത്ര വയസ്സിലാ? ഒന്ന് ഉച്ചയ്ക്ക്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. 99-ാമത്തെ വയസ്സിൽ ഇപ്പോൾ വിളിക്കുമ്പോൾ അബ്രഹാം സകല അനുഗ്രഹമുള്ള മനുഷ്യനാ. എല്ലാ അനുഗ്രഹവും ഇപ്പം അബ്രഹാമിന്റെ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കുറവ്, അവനൊരു കുഞ്ഞില്ല. ആമേൻ. നീ അനുഗ്രഹമാകും, ലോകത്തിന് നിന്നെ അനുഗ്രഹമാക്കുമെന്ന് പറഞ്ഞപ്പോഴും താൻ ആശ്രയിപ്പാൻ ഒരു കുഞ്ഞവനില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കുന്ന പ്രിയ ദൈവമക്കളോട് എനിക്ക് ചിലത് പറയുവാനുണ്ട്. ഹല്ലേലൂയ. നീ ദൈവ വിളി കേട്ട് കടന്നു വന്നപ്പോഴും, ദൈവ ശബ്ദം കേട്ട് നീ ഇറങ്ങിത്തിരിച്ചപ്പോഴും, നീ ലോകത്തിന് അനുഗ്രഹമായി ഈ നാളുകളിൽ ദൈവം നിന്നെ വച്ചപ്പോഴും, ചില അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ തടസ്സപ്പെട്ടുകൊണ്ട് നാളുകൾ നീണ്ടുപോകുന്നതിനെ കുറിച്ച് നീ ഭാരത്തോടുകൂടി ആയിരിക്കുന്നുവോ, കാലം കടന്നു പോകുന്നതിനെ കുറിച്ച് വിഷമത്തിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കുവാൻ പോകുകയാണ്. നാളുകളൊന്നും കഴിഞ്ഞിട്ടില്ല. എന്റെ ദൈവത്തിന് അസാധ്യം ഒന്നുമില്ല. ഡോക്ടർ ചിലപ്പോൾ വിധി എഴുതിയേക്കാം, ആമേൻ. കുടുംബം ചിലപ്പോൾ വിധി എഴുതിയേക്കാം. എന്താ നീ തന്നെ ആമേൻ ഇനി ഇങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് നിന്റെ ഫയൽ ക്ലോസ് ചെയ്തിരിക്കാം. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ ജീവിതങ്ങളിലേക്ക് പകരുവാൻ പോകുകയാണ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അബ്രഹാം അങ്ങനെ പറഞ്ഞു, ദൈവമേ, എനിക്കൊരു കുഞ്ഞില്ലല്ലോ ദൈവമേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇവിടെ സംസാരിക്കുകയാണ്. നാളുകളായി നഷ്ടപ്പെട്ട ചില അനുഗ്രഹത്തിന്റെ വാതിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്നിൽ കൂടെ ആമേൻ ദൈവം തുറക്കുവാൻ പോകുന്നു. ഇത് ദൈവ ശബ്ദമാണ്, ഇത് ദൈവത്തിന്റെ ദൂതാണ്. ഞാൻ വെറും മനുഷ്യനാണ്,
എന്റെ കർത്താവ് ഇന്ന് രാത്രി നിന്റെ ഇടയ്ക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട ചില അനുഗ്രഹങ്ങൾ, തടസ്സമായ ചില അനുഗ്രഹങ്ങൾ, ആമേ വിട്ടുപോയി എന്ന് പറഞ്ഞ ചില അനുഗ്രഹങ്ങൾ ഇതോ ദൈവത്തിന്റെ കരത്തിലുണ്ട്. അവൻ നിനക്ക് തരുവാൻ ശക്തമുള്ളവനാണ്. അവന്റെ കരം കുരുകിയിട്ടില്ല. ദൈവ പ്രവൃത്തി ഇന്ന് രാത്രി നീ മനസ്സിലാക്കും. ദൈവം ഇപ്പോൾ വളരെ വേഗത്തിൽ പറയട്ടെ. ദൈവപ്പം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, അടുത്ത വർഷം ഹല്ലേലൂയ തമിഴ് ഉത്ഭവ കാലഘട്ടത്തിലെ ഞാൻ നിന്നെ കാണും. അപ്പോൾ സാറാൾ ഗർഭം ധരിക്കും, ഒരു കുഞ്ഞിനെ പ്രസവിക്കും. എത്ര സന്തോഷം. പ്രൈസ് ദി ലോർഡ്. വചനത്തിലേക്ക് കടന്നു വരട്ടെ. ഇപ്പോൾ വിശ്വസ്തനായ ദൈവം തന്റെ 100ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ഒരു നല്ല കുഞ്ഞിനെ ദൈവം തന്നു. മെഡിക്കൽ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോക മനുഷ്യനെ കൊണ്ട് ചിന്തിപ്പാൻ കഴിയത്തില്ല. എങ്കിലും എന്റെ ദൈവത്താൽ അസാധ്യമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കാലം നിനക്ക് വിശ്വസിക്കാമെങ്കിൽ ദൈവം നിന്നിൽ പ്രവർത്തിക്കും. എത്രയോ കാര്യങ്ങൾ ഈ രാത്രി നിന്റെ മുൻപിൽ എനിക്ക് പറയുവാനുണ്ട്. എത്രയോ അനുഭവങ്ങൾ ഈ രാത്രി നിനക്ക് മുൻപിൽ എനിക്ക് പറയുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷിലെ ഒറ്റ വാക്കറിയാത്ത എന്നെ ദേശങ്ങളിലേക്ക് ദൈവം കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ ഒട്ടും തന്നെ യോഗ്യനില്ലാത്ത എന്നെ ദൈവം നിലനിർത്തി. ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. വളരെ വേഗത്തിലേക്ക് വരട്ടെ. ഇപ്പോൾ അബ്രഹാം വളരെ സന്തോഷിതനാണ്. കാരണം അവന്റെ ജീവിതത്തിൽ ഒരു കുറവുമില്ല. എല്ലാ സമ്പത്തും അബ്രഹാമിന്റെ കയ്യിലുണ്ട്. ധാരാളം ജോലിക്കാരുണ്ട്, ധാരാളം ജോലിക്കാരുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു കുറവില്ല. വളരെ സന്തോഷത്തിന്റെ ആർത്തിയിൽ ഇപ്പോൾ അബ്രഹാം നിൽക്കുകയാണ്. ആമേൻ. ഇപ്പോഴാ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. ഈ വിളിയാണ് നമ്മൾ ഇപ്പോൾ ആദ്യമായി വായിച്ചു കേട്ടത്. 22ാം വാക്യം, അബ്രഹാമേ എന്ന്. ആമേൻ. ഈ വിളി അബ്രഹാം എങ്ങനെ സ്വീകരിച്ചിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിൽ കരുതുന്നു? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഏകനായിരിക്കുമ്പോൾ എന്നെ വിളിച്ച് അനുഗ്രഹിച്ചവൻ, എന്റെ സഹോദരൻ എന്നെ മരുഭൂമിയിലാക്കിയപ്പോൾ ആ മരുഭൂമിയെ തന്നെ നീറുറവായി മാറ്റി എന്നെ അനുഗ്രഹിച്ചവൻ, 4 രാജാക്കൾക്ക് ഞാൻ യുദ്ധം ചെയ്ത് ഞാൻ ഭയത്തോടായിരുന്നപ്പോൾ നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ പരിചയാണെന്ന് എന്നെ ബലപ്പെടുത്തിയവൻ. പ്രൈസ് ദി ലോർഡ്. ഒരു കുഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞിട്ടപ്പോൾ ആമേൻ 100 വയസ്സിലും ആമേൻ എനിക്കൊരു കുഞ്ഞിനെ തന്ന് എന്നെ അനുഗ്രഹിച്ച എന്റെ ദൈവം ഇപ്പോൾ എന്റെയും എന്റെ മക്കളുടെയും അനുഗ്രഹത്തോടുകൂടെ ഇരട്ടിപ്പായ അനുഗ്രഹത്തോട് ഇതാ വന്നിരിക്കുന്നു. എന്റെ ദൈവമേ, സംസാരിച്ചു കൊള്ളുക. ഇന്ന് രാത്രികാലം ആമേൻ ഈ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഇങ്ങനെ ആരും കടന്നു പോകത്തില്ല. ദൈവത്തിന്റെ അനുഗ്രഹത്തോടുകൂടെ കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം നിനക്കിടയാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ഇത് ചിന്തിക്കുന്നു. ദൈവം അല്പം ഇതൊരു ഫോൺ കാളെന്ന് വയ്ക്കുക. എങ്ങനെയാ നമുക്കറിയത്തില്ലല്ലോ. ഈ വിളിച്ചപ്പോൾ ദൈവം തന്നെ അല്പം ചിന്തിച്ചിരിക്കും. എല്ലാ വിളിയെപ്പോലെ ഉറച്ച ശബ്ദത്തോട് ദൈവം സംസാരിച്ചു കാണത്തില്ല. കാരണം അബ്രഹാം മാത്രം ദൈവമേ നീ ചോദിക്കുന്നത് എന്തുവാ, എന്നെ കൊണ്ട് ഇത് ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ദൈവത്തിന്റെ ഹൃദയം അന്ന് തകരുമായിരുന്നു. അതുകൊണ്ട് അല്പം ചിന്തിച്ചുമൊക്കെ തന്നെ അബ്രഹാമിനെ ഇവിടെ വിളിച്ചു കാണും. ഞാനിങ്ങനെ കരുതുകയാണ്. അബ്രഹാം പറഞ്ഞിരിക്കും, ദൈവമേ എന്താണ്, എപ്പോഴും നീ സംസാരിക്കുന്നവനാണല്ലോ, എപ്പോഴും എന്നോട് സംസാരിച്ചവനാണല്ലോ, ഇപ്പോഴെന്താ മടിച്ചു നിൽക്കുന്നത്? ധൈര്യമായിട്ടൊന്ന് സംസാരിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ആമേൻ ദൈവശബ്ദം കേൾക്കുവാൻ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഒരുങ്ങിക്കൊള്ളുക. ദൈവശബ്ദം നീ കേൾക്കും. നിന്റെ ആഗ്രഹപ്രകാരമുള്ള ദൈവശബ്ദമല്ല, നിന്റെ ആഗ്രഹത്തിന് പുറത്തായ ശബ്ദമാണ് ഇന്ന് രാത്രി നിന്നിൽ ദൈവം കേൾപ്പിക്കുവാൻ പോകുന്നത്. മനസ്സുണ്ടെങ്കിൽ കേട്ടോ, ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിനക്കറിയാം ദൈവമാണെങ്കിൽ ഇങ്ങനെയാ സംസാരിക്കുന്നതെല്ലാം കെട്ടിപ്പണിതുകൊണ്ട് ഇവിടെ വന്നിരുന്നുവെങ്കിൽ മറിച്ച് ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പോകുകയാണ്. നീ ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും.
പ്രൈസ് ദി ലോർഡ്. ഒരു രാജാവിനടുത്ത് ഒരു കവി പാടുവാനായി കടന്നു വന്നു. ഈ കവി പാടിയത് കേട്ടപ്പോൾ രാജാവിന് ഭയങ്കര സന്തോഷം തോന്നി. എന്നിട്ട് തന്റെ വേലക്കാരനെ നോക്കി പറഞ്ഞു, ഈ കവി എത്ര മനോഹരമായി പാടുന്നു, അതുകൊണ്ട് നീ എന്റെ അരൺമനയ്ക്കകത്ത് പോയി അവിടെ നിൽക്കുന്ന പൊക്കിഷമെല്ലാം നീ എടുത്തുകൊണ്ട് ഈ കവിക്ക് വേണ്ടി കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. അവനും അങ്ങനെ രാജാവിന്റെ അരൺമനയിൽ നിൽക്കുന്ന വളരെയധികം പൊക്കിഷങ്ങളെ എടുത്തുകൊണ്ട് ഈ കവിയുടെ മുൻപിൽ വെച്ചു. ധാരാളം കവിയും പാടിയ വ്യക്തി അദ്ദേഹം. എന്നാൽ ഏതൊരു രാജാവും തരാത്ത അനുഗ്രഹമാ ഈ രാജാവ് തരുന്നു എന്ന് ഈ കവി ചിന്തിച്ചപ്പോൾ പിന്നെയും അവന് പാട്ടുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവന്റെ സന്തോഷത്തിൽ നിന്നുകൊണ്ടും ഇപ്പോൾ ഈ കവി കൂടുതൽ പാടുവാൻ തുടങ്ങി. ഇവൻ പാടുന്തോറും രാജാവ് പറയുന്നു, പോയിക്കൊള്ളുക, എന്റെ ആ അരൺമനയിൽ നിൽക്കുന്ന പൊക്കിഷങ്ങളെല്ലാം കൊണ്ടുവന്ന് അവന്റെ മുൻപിൽ വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ കവി മനസ്സിലാക്കി, മതി എനിക്ക്. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു രാജാവിനെ കുറിച്ച് ഞാൻ പാടിയില്ലെങ്കിലും ഞാനും എന്റെ മക്കളും മക്കളുടെ മക്കളും കഴിക്കുവാനും ജീവിപ്പാനുമെല്ലാം ഇന്ന് ദൈവം എനിക്ക് തന്നു കളഞ്ഞു. മതി ഞാൻ പാടിയത്. വളരെ സന്തോഷത്തോടെ, വളരെ പ്രതീക്ഷയോടുകൂടെ ഇവനെല്ലാം എടുത്തുകൊണ്ട് വീട്ടിൽ പോകുവാൻ ആഗ്രഹിച്ചപ്പോൾ രാജാവ് പറഞ്ഞു അവിടെ വയ്ക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. കവി കേട്ടു, എന്താ രാജാവ്, ഇത്രത്തോളം നിന്നെ പാടിയതല്ലയോ, എനിക്ക് ഇത്രയും തന്നിട്ട് അവിടെ വയ്ക്കുവാൻ പറയുവാൻ എന്താ കാര്യം? വേലക്കാരനോട് രാജാവ് പറഞ്ഞു, എവിടെ നിന്ന് എടുത്തുവോ അവിടെ കൊണ്ടുവയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. കവിക്കൊന്നും മനസ്സിലായില്ല, എന്താ കാര്യം? രാജാവ് പറഞ്ഞു, നീ വളരെയധികം നല്ല നല്ല പാട്ടുകൾ പാടി എന്റെ ഹൃദയം നിന്നിൽ സന്തോഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനും എന്റെ അരൺമനയിൽ ധാരാളം വസ്തുക്കൾ നിന്റെ മുൻപിൽ കൊണ്ടുവന്ന് വച്ച് നിന്നെ സന്തോഷിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നീ എനിക്ക് തന്ന സന്തോഷത്തിന് ഞാൻ ശരിയായി നിന്നെ സന്തോഷിച്ചു. അതുകൊണ്ട് നിനക്കുള്ളത് എടുത്തിട്ട് നീ പൊയ്ക്കോ, എന്റേത് ഞാൻ എടുത്തോളാം. പ്രൈസ് ദി ലോർഡ്. ഇവൻ ഓർത്ത്, ദൈവമേ, കുറച്ചു നേരത്തെയാ പാടിയത്, ഇത്ര നല്ല ദൈവം. പ്രൈസ് ദി ലോർഡ്. കുറച്ചു നേരത്തെ പാടിയത്, ഇത്ര നല്ല ദൈവം, നിന്നെ പോലെ ആരുമില്ല എന്ന് പാടിയവൻ ഇപ്പോഴാ പറയുന്ന, ദൈവമേ നിനക്ക് കണ്ണുണ്ടോ? ഹല്ലേലൂയ. നീ ഇതെല്ലാം കേട്ടിട്ടാണോ ഇരിക്കുന്നത്? ആമേൻ. ചർച്ചിൽ എന്തൊരു നല്ല പാട്ടാ പാടിയിട്ട് വന്നെന്ന് അല്പം തിരിഞ്ഞു നോക്കിയാൽ അവനറിയാം. കാരണം എന്തുവാ? ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റിയില്ല. കാരണം എന്തുവാ? ദൈവത്തെ അറിയേണ്ട നിലയിൽ അറിയുവാൻ കഴിഞ്ഞില്ല. കാരണം എന്തുവാ? ദൈവത്തിന്റെ വെളിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ദൈവത്തെ കുറിച്ച് ധാരാളം കണക്കുകൂട്ടലുകൾ അവന്റെ തലയ്ക്കകത്തുണ്ട്. ഇപ്പോൾ കണക്കുകൂട്ട് തെറ്റിയപ്പോൾ ഇപ്പോൾ ദൈവത്തെ അവന് അറിയാൻ മേല. ഇന്ന് രാത്രികാലം ദൈവത്തെ അറിയേണ്ട നിലയിൽ അറിയുവാൻ ദൈവം നിന്നിൽ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ വേഗത്തിൽ പോകട്ടെ. ഇനിയാണല്ലോ മെസ്സേജിന്റെ അകത്ത് ഞാൻ കയറുന്നത്. വെയിറ്റ് ചെയ്യാം, ഒരല്പസമയം ഞാൻ സംസാരിച്ചു നിർത്തും. എങ്ങനെ അബ്രഹാമിനെ കൊണ്ട് ഇത്രയും ഒരു ശ്രേഷ്ഠമേറിയ വിളിയെ സ്വീകരിക്കാൻ പറ്റിയത്? നിങ്ങൾക്കാണെങ്കിൽ പറ്റുമോ? എനിക്കാണെങ്കിൽ പറ്റുമോ? 10-100 രൂപയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. അത് തന്നെ ഭയങ്കര പാടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, യാഗം കഴിക്കുക. ഇനി യാഗത്തിന്റെ വിലയാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ. 3 സ്തോത്രം പറയാൻ പോലും നമുക്ക് അത്രയും പാടാ. 1 പിതാവിനും, 2 പുത്രനും, 3 പരിശുദ്ധാത്മാവിനും. പണ്ടെല്ലാം അത്രത്തോളം പെന്തക്കോസ്തുകാർ പറഞ്ഞു തുടങ്ങി. എന്നാൽ ഇപ്പോൾ അതും മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഇതല്ല യാഗം. യാഗത്തിന് വിലയുണ്ട്. നീ വില കൊടുത്താൽ നീ അതിന്റെ വില മനസ്സിലാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള വിഷയമല്ല. ആമേൻ, ആമേൻ. യോബ് പറയുമ്പോൾ പറഞ്ഞു, ദൈവം തന്നു, ദൈവം എന്ത് ചെയ്തു? ദൈവം എന്ത് ചെയ്തു? പറഞ്ഞോട്ടെ, സംസാരിക്കാൻ നമുക്ക് നല്ല സമയമുണ്ട്. ആരും ഈ രാത്രി ഒന്നും പറയത്തില്ല. ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ രാത്രി കടന്നു വരട്ടെ. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവം എടുത്ത ആർക്കെങ്കിലും തടസ്സം ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവം എടുത്തു കഴിഞ്ഞാൽ
ഈ രാത്രിയിലെ ഈ സ്റ്റേജിൽ നിൽക്കുന്നവനാകട്ടെ, സംസാരിക്കുന്നവനാകട്ടെ, കേൾവിക്കാരാകട്ടെ, ആർക്കും തടസ്സം ചെയ്യുവാൻ ഈ ലോകത്തിന് ഒരു വ്യക്തിക്ക് പോലും കഴിയില്ല. ആമേൻ. എന്നാൽ ഞാനിങ്ങനെ പറയാം, ദൈവം എടുക്കുന്നതിനേക്കാളും ദൈവത്തിന് കൊടുക്കുന്നത് വളരെ കഷ്ടവും ശ്രേഷ്ഠമേറിയതുമാണ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ യോബുയുടെ ജീവിതത്തിലെ ആമേൻ ശോധനയെക്കാളും അല്പം മോളിൽ ഇപ്പോൾ അബ്രഹാം നിൽക്കുകയാണ്. ആമേൻ, ആമേൻ. എന്നാൽ ഞാൻ ഇങ്ങനെ പറയാം, ദൈവം എടുക്കുന്നതിനേക്കാളും ദൈവത്തിന് കൊടുക്കുന്നത് കഷ്ടമാണ്. തിരിച്ചിങ്ങനെ പറയാം, ദൈവത്തിന് കൊടുക്കുന്നവനടുത്ത് നിന്ന് ദൈവം ഒരിക്കലും ഒന്നും എടുക്കുന്നില്ല. ഇതാണ് ഇന്ന് രാത്രി നീ അറിഞ്ഞുകൊള്ളേണ്ട സത്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദര, പലതും നിന്നെ വിട്ടു പോയെന്നാണോ നീ ചിന്തിക്കുന്നത്? ദൈവം എടുത്തതാ, സത്യമാ. നീ കൊടുത്തിരുന്നുവെങ്കിൽ ഇതുപോലെ പലതും നിന്റെ കയ്യിൽ ഇരിക്കുമായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്തിരുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, അബ്രഹാം തന്റെ കുഞ്ഞിനോട് മടങ്ങി വീട്ടിൽ ചെന്നതുപോലെ അവൻ നീയും നിന്റെ കുഞ്ഞുമായി, നിന്റെ കുടുംബവുമായി, നിന്റെ സഭയുമായി ദൈവ സന്നിധാനത്തിൽ ചെല്ലുമായിരുന്നു. ഹല്ലേലൂയ. എനിക്കല്പം ഇരുന്നോട്ടെ, എന്റെ മക്കൾക്കല്പം ഇരുന്നോട്ടെ, എന്റെ ഭാവിക്കല്പം ഇരുന്നോട്ടെ എന്ന് മാറ്റിവെച്ചത് ഇന്ന് എവിടെയാണ് ഒന്ന് നീ ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഒന്ന് ആമേൻ ദൈവത്തിനായി കൊടുപ്പാൻ നീ ആഗ്രഹിച്ചുവെങ്കിൽ ആമേൻ ഇരട്ടിപ്പല്ല 100 ഇരട്ടിപ്പായി എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് തരും. നീ കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? പറയട്ടെ, ദൈവത്തിന് കൊടുപ്പാൻ അബ്രഹാമിന് ഇപ്പോൾ സന്തോഷമാണ്. വളരെ വേഗത്തിൽ 22-ാം അധ്യായം നിങ്ങൾ എടുത്തുകൊള്ളാം. വേഗത്തിൽ ചില വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 22-ാം അധ്യായം നിങ്ങൾ ആമേൻ ബൈബിൾ ഉണ്ടെങ്കിൽ തുറന്നു വെച്ചുകൊള്ളുക. എങ്ങനെയാണ് വിളിയെ ബഹുമാനിച്ചത്? ഇപ്പോൾ ആരാധനയുടെ ആമേൻ യാഗത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അല്പ വിഷയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യം പ്ലീസ്. മതി. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ്. 1-ാമത്തെ വിഷയം, അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അബ്രഹാം ഇപ്പോഴാണ് എഴുന്നേറ്റത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പറയാം, യാഗം കഴിക്കേണ്ട വ്യക്തി അധികാലത്ത് എഴുന്നേൽക്കണം. അധികാലത്തെ 8 മണിക്കല്ല. മർക്കോസിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണാം, അതിരാവിലെ ഇരുട്ടോടെ എന്റെ ദൈവം എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. വെളിച്ചം മുഖത്ത് കൊണ്ടിട്ട് അമ്മ എഴുന്നേക്കാൻ പറഞ്ഞിട്ട് 4 അലാറം അടിച്ചപ്പോഴും ഓഫ് ചെയ്തിട്ട് പിന്നെ എഴുന്നേറ്റ് നോക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കൊള്ളാത്തവനാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ശബ്ദം എപ്പോഴാ അബ്രഹാം കേട്ടു എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ രാത്രിയോ ജാമത്തിലൊക്കെ ആയിരിക്കാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി, ദൈവത്തെ ബഹുമാനിക്കുന്ന വ്യക്തി ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഒരു ധാരാളം കാര്യങ്ങൾ ഇന്ന് രാത്രികാലം എനിക്ക് സംസാരിക്കുവാനുണ്ട്. സമയമില്ലല്ലോ. ദൈവത്തിന് രാവിലെ രാത്രി ഒന്നുമില്ല. അവൻ രാവിലെയും രാത്രിയും ഉച്ചയ്ക്കും ഒരുപോലെ പ്രവർത്തിക്കുന്നവനാണ്. ദൈവവചനം അത് വളരെ വ്യക്തമായി പറയുന്നു. എന്നാൽ പല വചനം ഇങ്ങനെ പറയുന്നു, രാവിലെ എന്റെ കൃപ പുതിയതാണ്, അതിരാവിലെ എന്നെ തേടുന്നവൻ കണ്ടെത്തും, രാവിലെ എന്റെ കൃപകൾ പുതിയതാണ്. ധാരാളം വചനങ്ങൾ ഉണ്ടല്ലോ. എന്താണ് ദൈവം അത് പറയുവാൻ കാരണം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള വിഷയമായത്. ധാരാളം വിഷയങ്ങൾ എനിക്കിതിനകത്ത് പറയുവാനുണ്ട്. ഞാൻ ഇങ്ങനെ ഒറ്റ വാക്കിൽ പറയാം, ദൈവത്തിന് എപ്പോഴും ആമേൻ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പിശാചിന് അങ്ങനെയല്ല. അവനൊരു സമയപരിധിയുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറയാമോ? ഹല്ലേലൂയ. അവന് ചിലപ്പോൾ അവന് എപ്പോഴും പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. അവന് പ്രവർത്തിപ്പാനും ഉറങ്ങുവാനും കിടക്കുവാനും അവൻ ദേശം പോകുവാനും എല്ലാം ചില സമയമുണ്ട്. മനസ്സിലാകുന്നവർ പറയാം. എലിയാവുടെ യാഗപീഠത്തിൽ കാണുമ്പോൾ അവിടെ എലിയാവ് പറയുമ്പോൾ പറയും, നിങ്ങളുടെ ദൈവം ഉറങ്ങിയാലും
ഉറങ്ങും, അല്പം ഒച്ചത്ത് വിളിച്ചോ എന്ന് പറഞ്ഞാൽ ആമേൻ, അവന് ഉറങ്ങാൻ ഒരു സമയമുണ്ടെങ്കിൽ നീ പ്രാർത്ഥിപ്പാൻ നിനക്കൊരു സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഞാൻ പലപ്പോഴും നാളുകൾക്ക് മുൻപിൽ തിരുവല്ലയുടെ പ്രദേശങ്ങളിലെല്ലാം കടന്നു വന്നിട്ടുണ്ട് ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി. അങ്ങനെ കടന്നു വന്നപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് അവൻ വീതികളിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സ്വർഗം ഇവിടെയാണോ എന്ന് പോലും പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. കാരണം പാട്ടും ആരാധനയും പ്രാർത്ഥനയും കേട്ടപ്പോൾ അവൻ എത്ര വലിയ സന്തോഷം. അബ്രഹാം കടന്നു പോകുമ്പോൾ ധാരാളം മല വഴിയിൽ കാണുമായിരുന്നു. എന്തായാലും ദൈവമേ, നിനക്ക് കൊടുപ്പാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണല്ലോ, എന്തുകൊണ്ടാ 3 ദിവസം യാത്ര ഇത്രയും ചെയ്ത് ആമേൻ സമയം വെറുതെ നീട്ടിക്കുന്നില്ല, അതുകൊണ്ട് ഇത്രയും ദൂരം പോയി ആമേൻ എന്തിനാ വെറുതെ, ആമേൻ വേണ്ട, ഇവിടെ തന്നെ പോയി എന്റെ മോനെ ഞാൻ നിനക്ക് തന്നോളാം, അതാണല്ലോ നിന്റെ ഇഷ്ടം എന്ന് അബ്രഹാം ചിലപ്പോൾ തന്റെ മോനെ ഏതെങ്കിലും മലയ്ക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അവൻ തന്റെ മോനെ അവിടെ നഷ്ടപ്പെട്ടവൻ തിരിച്ചു വരുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ ഇങ്ങനെ പറയാം, അബ്രഹാം ദൈവം കാണിച്ച മലയിൽ പോയപ്പോൾ ദൈവം അബ്രഹാമിന് വേണ്ടി ഒരു ആട്ടുംകുഞ്ഞിനെ അവിടെ ഒരുക്കി. എത്ര പേർക്ക് വിശ്വസിക്കുന്നത്? ഈ ആട്ടുകുഞ്ഞ് സ്വർഗത്തിൽ നിന്നും വന്നതല്ല, ഞാനിങ്ങനെ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്, ഈ ആട്ടുകുഞ്ഞ് സ്വർഗത്തിൽ നിന്ന് വന്നതാണോ? അല്ല. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വാക്ക് അബ്രഹാം കേട്ട് വിശ്വാസത്തോടുകൂടെ ദൈവം കാണിച്ച സ്ഥലത്തിലേക്ക് അവന്റെ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചപ്പോൾ മലയ്ക്കപ്പുറത്ത് ആ ആട്ടിന്റെ കുഞ്ഞ് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് വച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കാലം ഞാൻ പറയട്ടെ, നീ ഒന്നും ആമേൻ മലയെ എത്തിച്ചേരണ്ട. നിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇന്ന് രാത്രി നീ ഇവിടെ തുടങ്ങുകയാണെങ്കിൽ നിനക്ക് വേണ്ടി എന്റെ ദൈവപ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. മലയാണ് ഇടയ്ക്ക് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയത്. ഈ കണ്ണ് കണ്ടിട്ടില്ല, ഈ കാത് കേട്ടിട്ടില്ല. എന്നാൽ ഞാൻ പറയട്ടെ, സമയമെത്തുമ്പോൾ, സ്ഥലത്തിലെത്തുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ദൈവം നിന്റെ കണ്ണുകൾക്ക് സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. സമയം പോയല്ലോ, പിന്നെയും വായിക്കാം. 3-ാമത്തെ ദിവസം അബ്രഹാം തന്റെ കണ്ണ് നോക്കി, ദൂരത്തു നിന്ന് സ്ഥലം കണ്ടു. ആമേൻ. ഇങ്ങനെ പറഞ്ഞേക്കാം, 3-ാമത്തെ ദിവസം എനിക്ക് എന്റെ മെഡിറ്റേഷനിലേക്ക് ഞാൻ എങ്ങനെ ചിന്തിച്ചു, 3 ദിവസത്തെ കടന്ന് ദൈവത്തെ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം 3 ദിവസം കടന്ന് എന്നെ ആരാധിക്കുവാൻ ദൈവം പറഞ്ഞു. അപ്പൊ ആരാധിക്കേണ്ട വ്യക്തി ഒരു 3 ദിവസം കടക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് വേണം അവൻ ആരാധിക്കാൻ. ധാരാളം പറയുവാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് വേഗം പോകട്ടെ. 1-ാമത്തെ കാര്യം മാനസാന്തരം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പറയാൻ കേൾക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. ഞാൻ പറയട്ടെ, മാനസാന്തരം കൂടാതെ ദൈവത്തെ മാനിക്കുവാൻ ഒരു വ്യക്തിയെ കൊണ്ട് കഴിയില്ല. ആമേൻ, ആമേൻ. നമ്മൾ നീതിമാന്മാരെ ധാരാളം കണ്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നവരെല്ലാം നീതിമാന്മാരെന്നാ. എനിക്ക് ദൈവവചനത്തിലെ ഒരു കണക്ക് വളരെ ഇഷ്ടമാണ്. ലൂക്ക സുവിശേഷ പുസ്തകത്തിന്റെ 15:7 വീട്ടിൽ പോയി വായിച്ചുകൊള്ളുക. അവിടെ ഇങ്ങനെ എഴുതുന്നു, മാനസാന്തരത്തിന് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കായാലും മാനസാന്തരത്തിൽ ആവശ്യമുള്ള ഒരു പാപി നിമിത്തം സ്വർഗം സന്തോഷിതരാകും. എന്തെങ്കിലും ഈ കണക്കിട്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. യാത്ര സ്നാനമാണ്, മാനസാന്തരപ്പെട്ടവന്റെ അടയാളമാണത്, ദൈവവചനത്തിന്റെ കൽപ്പനയാണത്. ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ രാത്രി പറയുവാൻ ഉണ്ടാകാം. എന്നാൽ ഞാൻ പറയട്ടെ, എന്റെ യേശു കർത്താവ് പരിശുദ്ധാത്മാവ് കൊണ്ട് ആമേൻ അവൻ ജനിച്ചവനാണ്. എങ്കിലും യേശു ആമേൻ സ്വർഗത്തിലെ നീതിയെ നിറവേറ്റുവാൻ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ സ്വർഗം അവന് വേണ്ടി തുറന്നു. ഇതോ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു എന്ന ദൈവശബ്ദം കേൾക്കുവാൻ ഇടയായെങ്കിൽ ഈ രാത്രികാലം മാനസാന്തരപ്പെട്ട നിനക്ക് ദൈവത്തിന്റെ മാതൃകയിലും ദൈവത്തിന്റെ നീതിയിലും കടക്കുവാൻ കഴിയുന്നുവെങ്കിൽ നിന്റെ ആരാധന അനുഗ്രഹമുള്ള ഒരു ആരാധനയായി നിലനിൽക്കും. 3-ാമത്തെ കാര്യം പരിശുദ്ധാത്മാവുടെ അഭിഷേകം. ആമേൻ. വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. പരിശുദ്ധാത്മാവുടെ അഭിഷേകം ഇല്ലാതെ ആരാധനയായി മാറുകയില്ല. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ ദിവസം പിന്നെ ഇവിടെ കാണുന്നത് ദൂരത്ത് വെച്ച് കണ്ടു. ഞാൻ ഒരു 5-10 മിനിറ്റിനകം ഞാൻ നിർത്തും. ശ്രദ്ധിക്കണേ, ധാരാളം സമയം നമുക്കില്ലല്ലോ. ദൈവത്തിന്റെ ആത്മാവ് ചിലത് രാത്രികാലം നിങ്ങളോട് ഇടപെടുവാനുണ്ട്. ദൈവത്തിന്റെ വചനം
ഇന്ന് പലരെയും അവൻ ശക്തമായി വിടുവിക്കുവാൻ പോകുകയാണ്. ദൂരത്ത് വെച്ച് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ കരുതുന്നു, ആരാധിക്കേണ്ട സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ഒരു വലിയ കാഴ്ചപ്പാട് വിശ്വാസിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അടുത്ത് വന്നാ നോക്കുന്നത് ചർച്ചിന്റെ വലിപ്പവും, മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ, ഇതെല്ലാം അടുത്ത് വന്നാ നോക്കുന്നത്. ആമേൻ. ഇവിടെ പോയാൽ പെൺകുട്ടിക്ക് വിവാഹം കിട്ടുമോ? ഞാൻ പറയട്ടെ, ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു വലിയ കാഴ്ചപ്പാട് നിനക്കില്ലെങ്കിൽ നിന്റെ ആരാധന വ്യർത്ഥമായി തീരും. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവമേ, ഇവിടെ ചെന്ന് നിന്നെ ആരാധിക്കുന്നത് കൊണ്ട് ഞാൻ വിശുദ്ധിയായി നീ വരുമ്പോൾ നിന്നെ സന്ദർശിപ്പാൻ എനിക്കൊരു അവസരം ലഭിക്കുമെങ്കിൽ അവിടെ ചെന്ന് നിന്നെ ആരാധിപ്പാൻ എന്നെ ഇടയാക്കണമേ എന്നുള്ള ആ കാഴ്ചപ്പാട് ഈ രാത്രി നിനക്ക് ഉണ്ട് എങ്കിൽ നിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ വേഗത്തിൽ പോകട്ടെ. 5-ാം വാക്യം പഠിക്കുക. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. ഓക്കെ, വളരെ സന്തോഷമുണ്ട്. ആരാധനയുടെ യാഗത്തിന്റെ വിലയ്ക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. യാഗത്തിൽ 3 പേർക്ക് ഇടമില്ല. യാഗത്തിൽ എത്ര പേർക്ക് ഇടമില്ലാത്തത്? 3 പേർക്ക്. ഒന്നാമത്, യാഗത്തിന് കഴുതയ്ക്ക് ഇടമില്ല. ആമേൻ പറയാമോ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കഴുത ദൂരത്തിൽ നിൽക്കട്ടെ. പ്രൈസ് ഗോഡ്. രണ്ടാമത്, യാഗത്തിൽ വേലക്കാരന്, ജോലിക്കാരന് ഇടമില്ല. ആമേൻ പറയാമോ? പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്, ആർക്കാ ഇടമില്ലാത്തത്? ആർക്കെങ്കിലും? പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ പറയാം, യാഗത്തിൽ വിഷമിക്കരുത് ആരും എന്നോട്, സാറാൾക്കും ഇടമില്ല. പ്രൈസ് ദി ലോർഡ്. വളരെ വേഗത്തിൽ പറഞ്ഞേക്കാം. ഒന്നാമത്, യാഗത്തിൽ കഴുതകൾക്ക് ഇടമില്ല. ആമേൻ. അഴുക്കുമുട്ടകളെ ചുമന്നു തിരിയുന്ന കഴുതകളെ കൊണ്ട് ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ പ്രസാദപ്പെടുത്തുവാൻ സാധിക്കത്തില്ല. ദൈവവചനം പറയുന്നു, അവൻ വിശുദ്ധനാണ്, വിശുദ്ധി കൂടാതെ എനിക്കറിയാം, ദൈവവചനത്തിൽ കിടക്കുന്നില്ല. ആമേൻ. നീ നിന്റെ ബൈബിളിൽ എടുത്ത് നോട്ടിട്ടോ, ഒരുത്തനും എന്നെ കാണുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ദൈവത്തെ കാണുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നിന്നെ തന്നെ നീ പരിശോധിച്ച് നോക്കുക, നിന്റെ ഹൃദയത്തെ നീ പരിശോധിച്ച് നോക്കുക. എന്റെ ദൈവമേ, ഹല്ലേലൂയ, ഇത്ര വിശുദ്ധിയേറിയ നിന്നെ കാണുവാൻ എന്നെ വിശുദ്ധിപ്പെടുത്തണമേ. പ്രൈസ് ദി ലോർഡ്. എന്റെ ലംഘനങ്ങൾ ഒന്നും ഞാനിപ്പോൾ മറച്ചു വയ്ക്കുന്നില്ല, എന്റെ പാപങ്ങളൊന്നും മറച്ചു വയ്ക്കുന്നില്ല. ദൈവമേ, ഹിമം പോലെ ഇന്ന് രാത്രിയെ വെളുപ്പിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവപ്രവൃത്തി കാണുവാൻ ദൈവം സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം പറയട്ടെ, യാഗത്തിന് ജോലിക്കാരന് സ്ഥലമില്ല. ആമേൻ. ആമേൻ. യാഗം ആരുടേതാ? യാഗം ആരുടേതാ? മക്കളുടേതാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ജോലിക്കാരൻ, ജോലിക്കാരൻ എന്ന് പറയാൻ കാര്യം എന്താ അറിയാമോ? ഒരു ഹല്ലേലൂയ പറയാമോ? കണ്ടോ, ഇത് ജോലിക്കാരാ. മക്കൾ അങ്ങനെയല്ല, മക്കൾ അങ്ങനെയല്ല വിളിക്കുന്ന അപ്പനെ. പ്രൈസ് ദി ലോർഡ്. അറിയുവോ, ഏതെങ്കിലും അച്ഛൻ 10 രൂപ കൊടുത്ത് എന്റെ മോനെ എന്നെ പപ്പ എന്ന് വിളിക്കാമോ എന്ന് കേട്ടാൽ അവൻ മോനല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പാസ്റ്റേഴ്സ് കരഞ്ഞു ചോദിക്കുക, ഒരു സ്തോത്രം പറയാമോ, യാചിക്കുക, എന്നിട്ടും കൊടുക്കാൻ പറ്റുന്നില്ല. ഇത് ജോലിക്കാരനാ. ഞാൻ പറയട്ടെ, മക്കളെങ്കിൽ നീ അവകാശിയാണ്. അതാണ് നിന്നെ മക്കളാക്കുവാൻ എന്റെ കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. മക്കളെങ്കിൽ നീ അവകാശിയാണ്. ഇന്ന് രാത്രി ചില അവകാശങ്ങൾ ആമേൻ എടുപ്പാൻ ദൈവം നിന്നെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ വിഷയം പറയട്ടെ, ഈ ആരാധന യാഥാർത്ഥ്യം കഴിക്കണമെങ്കിൽ സാറയും കൂടെ ചേർന്ന് വേണം കഴിച്ചിരിക്കാൻ. എത്ര പേർക്ക് അറിയാം? അബ്രഹാമിന്റെ മോനാണെങ്കിൽ ഇത് സാറയുടെ മോനുമാണ്. എന്നാൽ സാറയോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ യാഗം നടക്കത്തില്ലായിരുന്നു. എത്ര പേർക്ക് അറിയുന്നുള്ളത്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് ധാരാളം കാര്യങ്ങൾ സാറോളോട് കേട്ടിട്ടാ ആമേൻ അബ്രഹാം ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, ദൈവത്തിന് നിന്നെ മാനിക്കുവാനുണ്ടെങ്കിൽ, ദൈവത്തെ നീ ബഹുമാനിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ ആദ്യ സ്ഥാനം ദൈവത്തിന് തന്നെ കൊടുക്കുക. എത്രയോ വിഷയങ്ങൾ നിന്റെ സ്വന്തം ഇഷ്ടത്തിൽ നീ ചെയ്തു കൂട്ടി. എന്നാൽ ദൈവത്തിന്റെ കാര്യമെന്ന് വന്നപ്പോൾ, ദൈവത്തിന്റെ സഭയുടെ കാര്യമെന്ന് വന്നപ്പോൾ
ഒരു വലിയ കമ്മിറ്റിയെല്ലാം കൂട്ടിയിട്ടാണ് നീ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഇന്നുവരെയും അത് സാധിക്കാതെ പോയത്. പ്രൈസ് ദി ലോർഡ്. ഒരു കമ്മിറ്റിയും കൂട്ടണ്ട. ഹൃദയത്തിൽ ദൈവം ആഗ്രഹം തന്നാൽ ഇന്ന് രാത്രി അത് നീ നിറവേറ്റിക്കോ. ഞാൻ പറയട്ടെ, ആഗ്രഹത്തിലുപരിയായി മാനിക്കുന്ന ഒരു ദൈവം നിന്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവസാനത്തെ നിലയിലേക്ക് വരാം. ഇവിടെ യാഗം കഴിക്കുവാൻ അബ്രഹാം വെറുതെ വന്നില്ല, ചിലതെല്ലാം എടുത്തുകൊണ്ടുവന്നു. ആമേൻ പറയാമോ? സന്തോഷത്തോടുകൂടെ. ഹല്ലേലൂയ. എന്തെല്ലാം എടുത്തിട്ട് വന്നത്? പെട്ടെന്ന് പറഞ്ഞാല് വിറകുണ്ട്, അടുത്തത് എന്നാ ഉണ്ട്? കത്തിയുണ്ട്, പിന്നെയോ തീയുണ്ട്, യാഗം കഴിക്കുന്നവനുണ്ട്. ആമേൻ പറയാമോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് വിറക്? ഞാൻ ഇങ്ങനെ പറയാം, അത് മനുഷ്യകം. മനുഷ്യന്റെ നിലയെ ഉണർത്തുക. നല്ല കനി കൊടുക്കാത്ത മരത്തിന്റെ ചുവട്ടിൽ കോടാലി വച്ചിരിക്കുന്നു. യാഗത്തിന് നമ്മുടെ മനുഷ്യ ശരീരം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 12:1 ആർക്കെങ്കിലും പഠിക്കുവാണെങ്കിൽ വീട്ടിൽ പോയി പഠിച്ചുകൊള്ളുക. ദൈവവചനം ഇങ്ങനെ പറയുന്നു, നിന്റെ ശരീരത്തെ ദൈവത്തിന്റെ യാഗമായി നീ അർപ്പിക്കണം. അതാണ് നീ ചെയ്യുവാനുള്ള ബുദ്ധിയുള്ള ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയും ആത്മാവിലേ ഉള്ളു ബ്രദറെ ആരാധന. ആത്മാവുമുണ്ട്, നിന്റെ ശരീരവും ആവശ്യമാണ്. ആമേൻ. രണ്ടാമത്തത് കത്തിയുണ്ട്. കത്തിയാണ് ദൈവത്തിന്റെ വചനം. വചനമില്ലാത്ത ഇടത്ത് ആരാധനയില്ല. വചനമില്ലാത്ത ഇടത്ത് നീ ദൈവത്തെ ആരാധിപ്പാൻ കഴിയത്തില്ല. ആമേൻ. സകലത്തിനും മതിയായ അവന്റെ വചനമാണ്. ആമേൻ. ആരാധനയുടെ ആമേൻ വലിപ്പം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തത് ഇങ്ങനെ പറയാം, പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആമേൻ. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടയായ ഈ ശരീരത്തെ കത്തിയായ ദൈവവചനം കൊണ്ട് മുറിച്ച്, പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മാവിടെ തീ കൊണ്ട് അത് ദഹിച്ച്, ദൈവമേ ഞാനല്ല നീയാണെന്ന് പറയുന്നതാണ് ആരാധന. എത്ര പേരാണ് ഈ ആരാധനയിൽ കൂടെ കടന്നുപോയിട്ടുണ്ട്? 2 പാട്ടും പാടി കടന്നുപോയപ്പോൾ ഒരു ആരാധന കഴിച്ചുപോയി എന്നാണല്ലോ ഇതുവരെയും നീ ചിന്തിച്ചിരുന്നത്. അല്പം അല്പം തിരിഞ്ഞു നോക്കുക. ദൈവം നിന്നിൽ പ്രവർത്തിക്കുവാൻ പോവുകയാണ് ഈ രാത്രി സമയം. അവസാനത്തും പറയട്ടെ, അബ്രഹാമിനോട് ചോദിക്കുകയാണ്, അച്ഛാ ആട്ടിൻകുട്ടം എവിടെ? എല്ലാമുണ്ട് യാഗത്തിന്, യാഗവസ്തു എന്തിയെ? ഞാൻ പറയട്ടെ, ഇതുവരെയും ഹൃദയം അല്പമെല്ലാം നീറിയിരുന്നെങ്കിലും അല്പമെല്ലാം പിടിച്ചിരുന്നിരിക്കും അബ്രഹാം. അവസാനത്തെ നിമിഷം വന്നപ്പോൾ അവന്റെ ഹൃദയം പൊട്ടി തകർന്നു. സങ്കീർത്തനം 50 പറയുന്നു, ഹൃദയം നൊരുങ്ങിയവനെ യഹോവ സമീപസ്ഥൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ദൈവം നിനക്ക് സമീപസ്ഥനാകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? നിന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് പ്രവർത്തിക്കണമെന്ന് നിനക്ക് താല്പര്യമുണ്ടോ? ആമേൻ. അല്പം കല്ലായ മനസ്സിനെ തകർത്തുകൊണ്ട് നീറുന്ന ഹൃദയത്തോട്, തകർന്ന ഹൃദയത്തോട്, എന്റെ ദൈവമേ നിന്റെ വിളി മനസ്സിലാക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അനുവദിച്ച പരിഹാരമേനിക്കാൻ കരുതിട്ടുണ്ട്. പരീക്ഷ എന്റെ അനുവദിച്ച പരിഹാരമേനിക്കാൻ കരുതിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ആഴങ്ങൾ കടന്നിരുന്നു, ആഴങ്ങൾ കടന്നിടുമ്പോ നടക്കുന്നതേ ശിവത്രേ. എത്ര പേർക്ക് പറയുവാൻ ഞാനവൻ കരങ്ങളില, കരങ്ങൾ തട്ടി നടക്കുന്നതേ ശിവത്രേ. ഞാനവൻ കരങ്ങളില. പരീക്ഷ എന്റെ അനുവദിച്ച പരിഹാരമേനിക്കാൻ കരുതിട്ടുണ്ട്.
പരീക്ഷ എന്റെ അനുവദി പരിഹാരം. ഇന്ന് രാത്രി നിനക്കൊരു പരിഹാരമുണ്ട്. എന്റെ നന്മയ്ക്ക എന്നറിയുന്ന നന്മയ്ക്കായ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരീക്ഷ എന്റെ അനുവദിച്ച പരിഹാരം. പരീക്ഷ എന്റെ അനുവദിച്ച പരിഹാരം രാത്രി നീ ഒന്നും ചോദിക്കണ്ട. നന്മയ്ക്കായെന്ന് മാത്രം നന്മയ്ക്കായെന്ന് മാത്രം നന്മയ്ക്കായി ഒന്നും നിന്നോട് ദൈവം പ്രവർത്തിക്കുന്നില്ല. നന്മയ്ക്കായി ഒന്നും നിന്നോട് ദൈവം പ്രവർത്തിക്കുന്നില്ല. മനുഷ്യനെ കുറിച്ച് വിചാരിക്കണ്ട. ഇന്ന് രാത്രി നന്മയ്ക്കായി പരീക്ഷ എന്റെ അനുവദിച്ച എത്രത്തോളം തുറക്കപ്പെട്ടതായ സ്വർഗത്തിന് കീഴിലായിരിക്കാൻ ദൈവവിടാക്കിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനങ്ങൾ പാടി ആത്മാവിൽ ആരാധിപ്പാൻ കൃപ നൽകി സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത ദൈവത്തിന് വചനം ശുശ്രൂഷിപ്പാൻ ഇന്ന് രാത്രിക്കാലം നമ്മുടെ ദാസനെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത ദേശത്ത് അന്യദേശത്ത് എന്ന പോലെ വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ ദൈവം ശില്പിയായി പണിയുന്ന അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി നോക്കി പാർത്തതുപോലെ കർത്താവെ, ജീവിതത്തിൽ ദൈവത്തിന്റെ വിളി കേട്ട് ദൈവ ശബ്ദം കേട്ട് ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതായ ഞങ്ങളുടെ ദാസന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഇന്ന് രാത്രിക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഇടിയാക്കുമാറാകണമേ. കേൾക്കപ്പെട്ടതായ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിപ്പാൻ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാഹൃദ്യമായി ഇടപെടുവാൻ ഇടിയാക്കുമാറാകണമേ. തുടർന്നുള്ള ദിവസങ്ങളിലെ മീറ്റിംഗുകളെ തിരുകാര്യങ്ങളിലേക്ക് കേൾപ്പിക്കുന്ന നാളെ രാവിലെ വൈകിട്ടത്തെ ഗ്രാജുവേഷന്, നാളെ രാത്രിയിലെ സമാപന സമ്മേളനത്തിനൊക്കെ ദൈവത്തിന്റെ വലിയ കൃപകൾ അനുഭവിപ്പാൻ ഇടിയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അകപ്പെ ഗോസ്പൽ മിനിസ്ട്രീസിനെ തിരുകാര്യങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. ഞങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദാസനെയും കുടുംബത്തിന് തിരുകാര്യങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. ഇന്ന് രാത്രിക്കാലം വചനം ശുശ്രൂഷിച്ച് ഞങ്ങളുടെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടതായ ദൈവ ജനത്തോടെ കുടിരിക്കുമാറാകണമേ. അനുഗ്രഹത്തോടെ ഞങ്ങളെ അയക്കുമാറാകണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാരുടെ സാന്നിധ്യം പിന്നെയും അനുഭവിപ്പാൻ ഇടിയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രനെ ഇവിടുന്ന് മഹത്വപ്പെടുത്തിയാട്ട് സകല മാനവും മഹത്വവും അങ്ങേക്കിരിക്കട്ടെ. യേശുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും സംസർഗവും കാവലും നാം എല്ലാവരോടും ഓർത്തു പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും തുറന്നുള്ള മീറ്റിംഗുകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിക്കാലം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.